അല്ലേ. അപ്പം നമ്മുടെ ഇലാക്കയിൽ നമ്മുടെ ക്ലബിൻ്റെ ഐഡലും നമ്മുടെ പണ്ടലൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഇലാക്കയാണ് കേട്ടോ, എൻ്റെ പടയിൽ നമ്മുടെ പടയാണ്. പട എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലാക്കയാണ്. അപ്പോൾ ഇവിടുത്തെ ലൈറ്റൊക്കെ കണ്ടോ, ഇതൊക്കെ അത് ഞാൻ രാത്രി ഇറങ്ങിയത് ഇത് കണ്ടോ ലൈറ്റൊക്കെ. അപ്പം നമ്മുടെ ക്ലബിലേക്ക് ഞാൻ പോകുന്നു. റെക്കോർഡ് വെച്ചുകൊണ്ട് കോപ്പിറൈറ്റ് വരുമോ എന്നില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ പണ്ടലും നമ്മുടെ ഐഡലൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ ലൈറ്റൊക്കെ കണ്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ. ഇനി അങ്ങോട്ടുള്ള ഐഡലൊക്കെ കാണിക്കാൻ കൊണ്ടുപോവാം. മോനൊന്ന് ഇതായിട്ട് വരട്ടെ, അപ്പം കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലബിൻ്റെ അകത്തേക്കാണ് ഞാൻ പോകുന്നത്. ക്ലബിൽ കയറിയിട്ടൊന്നും എടുക്കാം. ഇത് കണ്ടോ, എൻ്റെ മോൻ ഇവിടുത്തെ സെക്രട്ടറിയും കാര്യങ്ങളൊക്കെയാണ് കേൾക്കാൻ പോലും. നമ്മളൊന്ന് കാണിക്കാം. കണ്ടോ, ഇതാണ് നമ്മുടെ ക്ലബിൻ്റെ പണ്ടൽ. ഞാൻ ഇന്നാളിത് പണ്ടൽ തുടങ്ങിയപ്പോഴേ ഞാൻ കാണിച്ചു തന്നെ. അവരൊരു അമ്പലത്തിൻ്റെ ഇതിലാണ് പണ്ടൽ എടുത്തിരിക്കുന്നത് കേട്ടോ. ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടോ മുകളിൽ ശിവനും ഒക്കെ ആയിട്ട് അമ്പലത്തിൻ്റെ ഒരു രീതിയിലാണ് ഈ പണ്ടൽ. ഇവിടെ ഓരോരോ ക്ലബിലും റോഡുകളിലൊക്കെ ആയിട്ട് തീം വൈസിലാണ് പണ്ടൽ വരുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ പടയിൽ ഞങ്ങളുടെ ക്ലബിൽ വെച്ചിരിക്കുന്ന പണ്ടലാണ് ഇത് വച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, നല്ലൊരു അമ്പലത്തിൻ്റെ രീതിയിലാണ് അവർ പണ്ടൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ പോവും കേട്ടോ. മഴയൊക്കെ വന്നാൽ നനഞ്ഞൊക്കെ പോവും. ഇതൊക്കെ തുണികളും കാര്യങ്ങളൊക്കെ അല്ലേ, നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയിരിപ്പുണ്ട് കേട്ടോ ശിവനെയൊക്കെ അവർ. ഞാൻ അകത്ത് കയറി നമ്മുടെ ക്ലബിൽ നമ്മൾ അഞ്ജലി ഇടുന്ന ഇവിടെയാണ്. നമ്മുടെ ക്ലബിലാണല്ലോ നമ്മൾ അഞ്ജലി ഇടുന്നത്. കാണിച്ചു തരാമേ. ഇതാണ് നമ്മുടെ ക്ലബിലെ ദുർഗാദേവിയുടെ ഐഡൽ കേട്ടോ. ഇത് കണ്ടോ നല്ല ഭംഗിയിൽ നമ്മുടെ ഇപ്രാവശ്യം. അപ്പോൾ നമ്മുടെ മോൻ ഇവിടുത്തെ സെക്രട്ടറി, നമ്മുടെ ക്ലബിലെ സെക്രട്ടറിയും കാര്യങ്ങളൊക്കെയാണ്. ഗണേഷ് കണ്ടില്ലേ. റെക്കോർഡ് വരുന്നതുകൊണ്ട് കോപ്പിറൈറ്റ് വരുമോയെന്ന് അറിയണം. ഇവർ ഫുൾ ടൈം റെക്കോർഡ് തന്നെ ആയിരിക്കും കേട്ടോ എല്ലായിടത്തും. റെക്കോർഡ് ഇല്ലാതെ നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലബിലെ കണ്ടോ ഐഡൽ, ദുർഗാമ്മയുടെ ഐഡൽ കേട്ടോ. പിന്നെ ഷഷ്ടിയുടെ അന്ന് ഞങ്ങൾ അഞ്ജലി ഇടും, ദശമിയുടെ അന്ന് ഇത് വിസർജനം ചെയ്യും. ഇവിടെ ദുർഗാപൂജയാണല്ലോ വലിയ ഫെസ്റ്റിവൽ. നമ്മുടെ നാട്ടിലത്തെ പോലെ ഇവിടുത്തെ കൽക്കട്ടയിലെ ഫെസ്റ്റിവലാണ്